ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണൊക്കെ ഇങ്ങോട്ട് എത്താറായില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സദ്യ സ്പെഷ്യൽ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റും ബീൻസും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ ക്യാരറ്റും 1/4 കിലോ ബീൻസും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ തോരന് നല്ലൊരു വാസന ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ളൊരു മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഉപ്പൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു തോരൻ്റെ ടേസ്റ്റ്. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. അപ്പം ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് ഉഴുന്നൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. സവോള ഒന്നും നമ്മൾ ഈ ഒരു തോരനിൽ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാ ഉഴുന്നൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസൊക്കെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ആവിയിലാണ് വേവിച്ച് കൊടുക്കുന്നത്. ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കറിവേപ്പിലൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തതുകൊണ്ട് നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ അത്യാവശ്യം നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ സദ്യക്ക് കണ്ടിട്ടില്ലേ, നമുക്ക് ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാസനയാണ് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്